രാവിലെ തന്നെ ദേ കൊടുങ്ങല്ലൂർക്കാണ് കേട്ടോ നേരെ വിട്ടത്. രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. പക്ഷേ ഏതായാലും പോകാമെന്ന് വിചാരിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ദേ പോയിട്ടോ. അങ്ങനെ സ്റ്റാൻഡിൽ നമുക്കൊരു കടയിൽ കയറേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. അതിന് ശേഷം ദേ സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോൾ കൊടുങ്ങല്ലൂർക്ക് നടക്കുകയാണ് അമ്പലത്തേക്ക്. അത്യാവശ്യം ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ വേഗം എത്തുമല്ലോ. അങ്ങനെ ദേ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട്. കുറേ നേരമായി നടക്കുന്നു. അങ്ങനെ ദേ അമ്പലത്തിൽ ഏകദേശം എത്തി. നമ്മൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരും അതുപോലെ തന്നെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തുകൊണ്ടപ്പോൾ നല്ല തിരക്കായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഉള്ളിലൊക്കെ നല്ലപോലെ നമുക്ക് തൊഴാനൊക്കെ പറ്റിയിട്ടോ. അത്യാവശ്യം തിരക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ദേ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നേരെ കൽപ്പകയിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായി ടോപ്പുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അപ്പോൾ റണ്ണിങ് മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവിന് നമുക്ക് കിട്ടും. അപ്പോൾ ഏതായാലും അവിടെ നിന്ന് കുറച്ച് മെറ്റീരിയലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നേരെ ദേ കൽപ്പകയിലോട്ട് വിട്ടതാണ്. പോകുന്ന വഴി ദേ നല്ല അടിപൊളി മഴ പെയ്യാൻ പോകുന്നുണ്ട്. അതാണ് ഞങ്ങൾ വേഗം തന്നെ നടന്നു. മഴയത്ത് കുടയുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെങ്ങനെയായാലും നനയും. അത് കാരണം ഞങ്ങൾ വേഗം നടന്നു കേട്ടോ. സ്പീഡിൽ നടന്ന് കറക്റ്റ് അവിടെ എത്തിയപ്പോൾ തന്നെ മഴ പെയ്തു. കുറച്ച് നനഞ്ഞേണ്ടി വന്നുള്ളൂ. അങ്ങനെ ദേ പോരുന്ന വഴിയാണ് കുറച്ച് ആപ്പിളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് കടയിൽ ഇറങ്ങിയതാണ്. ആപ്പിളും അതുപോലെ തന്നെ പേരയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഇട്ട് വിൽക്കും കേട്ടോ. മിക്കതും തണ്ണിമത്തനൊക്കെയാണ് ഉണ്ടാവല്. പക്ഷേ ദേ ഇന്ന് ഞങ്ങൾ ആപ്പിളും പേരയ്ക്കയാണ് മേടിച്ചത്. ഇത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അങ്ങനെ നേരെ ദേ വീട്ടിലോട്ട് വിട്ടു. പോകുന്ന വഴിയാണ് നിറച്ച് റോഡ് പണി കാരണം കുഴി ഇതൊക്കെ ആയിരുന്നു കേട്ടോ കൊടുങ്ങല്ലൂരും. ആ സെൻറ്ററിൽ നിന്ന് കുറേ പോരണ ദൂരം ഇങ്ങനെ കുഴി ഇതൊക്കെയാണ്. അങ്ങനെ ദേ ഒരുവിധം വീട്ടിലെത്തിയപ്പോൾ കറിയൊന്നും വെച്ചിട്ടുണ്ടായില്ല. ചോറ് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ദേ നമ്മുടെ എളുപ്പപ്പണി എന്താ ഒരു മുട്ടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു ഐറ്റം ഉണ്ടാക്കുക. അപ്പോൾ ദേ മുട്ടപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെണ്ടയ്ക്ക പുളിങ്കറി. അത് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് വെക്കാൻ പറ്റുന്നൊരു കറിയാണ് വെണ്ടയ്ക്ക പുളിങ്കറി. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്ര എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റിയ വേറെ കറി ഉണ്ടാവില്ല. അപ്പോൾ ദേ വെണ്ടയ്ക്ക പുളിങ്കറി ഉണ്ടാക്കി അതുപോലെ തന്നെ മുട്ടപ്പം ഉണ്ടാക്കി. അങ്ങനെ ദേ ഊണ് കഴിച്ചു കേട്ടോ. അങ്ങനെ ദേ കൽപ്പകയിൽ നിന്ന് കുറച്ച് റണ്ണിങ് മെറ്റീരിയലൊക്കെ എടുത്തത് ദേ വീട്ടിൽ വന്ന് നമുക്ക് എന്തായാലും തുണികളൊക്കെ എടുത്തത് എന്തായാലും നോക്കണമല്ലോ. അത്യാവശ്യം ഞങ്ങൾക്ക് വീട്ടിലിടാനും അങ്ങനത്തെ പുറത്ത് പോകാനൊക്കെ ഇടാനായിട്ട് ഞങ്ങൾ മെറ്റീരിയൽ മേടിച്ചിട്ട് തന്നെയാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ അവിടുത്തെ ഒരു കടയിൽ കയറി കുറച്ച് ബണ്ണും കൂടെ മേടിച്ചു. ബണ്ണുകളൊക്കെ കേടായിരിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ബണ്ണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ദേ 2-3 ഇങ്ങനത്തെ മേടിച്ചു. അത്യാവശ്യം ബണ്ണുകളൊക്കെ എൻ്റെ കയ്യിൽ കേടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ നല്ല ബണ്ണുകളാണ് കേട്ടോ. പിന്നെ ഒരു റിങ്ങും കൂടി മേടിച്ചു. അത്യാവശ്യം നല്ല വിലക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും റിങ്ങും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ റിങ്ങും മേടിച്ചു. പിന്നെ ഏതായാലും ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചത് ഈ ആപ്പിളൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണമല്ലോ. അങ്ങനെ ദേ 2 ആപ്പിൾ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചത് 2 എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. അതിന് ശേഷം ദേ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദേ ചായയൊക്കെ തിളപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ ദേ കൊള്ളി ഉണ്ടായിരുന്നു. നമ്മുടെ അവിടെ അടുത്ത് തന്നെ വറക്കുന്നൊരു കടയുണ്ട്. അപ്പോൾ അത് കാരണം കൊള്ളി മിച്ചറും ഇതൊക്കെ മേടിക്കും ഞങ്ങൾ. അപ്പോൾ ദേ കൊള്ളി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വെള്ളക്കൊള്ളി കഴിക്കുന്നത് മസാലനേക്കാളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.